നമ്മുടെ ജീവിതത്തിൽ മന്ത്രവാദം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ചില സൂചനകൾ ഞാൻ പറഞ്ഞു തരാം. Depression, വളരെ നിരാശ, full body pains, ശരീരം മുഴുവൻ വേദന, laziness, മടി, you cannot get up from the bed, കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, feeling a suicide tendency. എപ്പോഴും ആത്മഹത്യാ പ്രേരണ. If a person is carrying lot of traumas, ഈ ഒരു വ്യക്തി അധികം മുറിവുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ doing witchcraft against that person is very easy. ആ വ്യക്തിക്കെതിരെ മന്ത്രവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സുലഭമായ കാര്യമാകുന്നു. How to reverse that curse? എങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും? I have to release word on me. ഞാൻ ദൈവ വചനത്തെ സംസാരിക്കണം. Self blessing. ഞാൻ തന്നെ താനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. Mind of Christ. എനിക്ക് ദൈവത്തിന് ക്രിസ്തുവിനെ മനസ്സുണ്ട്. I am in Christ. ഞാൻ ക്രിസ്തുവിലാണ്. Christ is in me. ക്രിസ്തു എന്നിലാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ത്രിവേണിയുടെ ടെസ്റ്റിമണിയുടെ കഴിഞ്ഞ 2 ഭാഗങ്ങളും നിങ്ങൾ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. വിളിച്ച ആളുകളുടെ എല്ലാവരുടെയും പ്രശ്നം ത്രിവേണി കടന്നുപോയ അതേ മന്ത്രവാദവും അഭിചാരവും തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവരുടെയും പ്രശ്നം ഒന്നായതുകൊണ്ടും അതിൽ എല്ലാവരോടും വ്യക്തിഗതമായി നമുക്ക് ഒരേ പ്രശ്നങ്ങൾ തന്നെ പറയുവാനും സംസാരിക്കുവാനുള്ളൊരു പ്രയാസം ഉള്ളതുകൊണ്ടും, കാരണം ഒരു ദിവസം ഞങ്ങൾക്ക് 60 മുതൽ 70 കോൾസാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാനുള്ള സമയത്തിൻ്റെ പരിമിതി മൂലവും ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തിലേക്ക് വരികയാണ്. ഈ വീഡിയോയിൽ എങ്ങനെ ത്രിവേണി തൻ്റെ ജീവിതം, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, എങ്ങനെ ആ മുഴുവൻ വിടുതലിലേക്ക് കടന്നു വന്നുവെന്നും അതിന് കാരണമായ സംഭവങ്ങളും ദൈവവചന അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളും കർത്താവ് തന്നോട് ഇടപെട്ട ചില കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരിക്കണം. അവിടെ നിന്ന് ഞങ്ങളോട് ഇടപെടണം. അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഇത് കാണുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. So in the last video you were sharing about your experiences with Christ, that divine encounter which happened and how it changed your life. So people are so much interested to know how you are maintaining that deliverance and what are the other things which will give more power to the witchcrafts and it will act like a hidden enemy in our lives, and what are things we need to do to come out of and get a full deliverance. Thank you so much for giving this opportunity. I have shared two episodes of my testimony and you have watched it. Thank you so much for your encouragement. എൻ്റെ സാക്ഷ്യത്തിൻ്റെ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടതിനും നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. So in this video I would like to share how I got deliverance and how I am sustaining in that deliverance. ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ എങ്ങനെ വിടുതൽ പ്രാപിച്ചുവെന്നും എങ്ങനെ ആ വിടുതലിൽ ഞാൻ നിലനിൽക്കുന്നുവെന്നും ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First thing we have to understand is which deliverance from witchcraft overnight it won't happen. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാത്രി കൊണ്ട് ഒരു മന്ത്രവാദത്തിൽ നിന്ന് നമുക്ക് പരിപൂർണമായി വിടുതൽ നേടുവാൻ സാധിക്കുകയില്ല. It takes some time. അതിന് കുറച്ച് സമയമെടുക്കും. So here I would like to share my photo. Last day of my working day, how I looked means I was in edges of my death. Edges of the I was deep struggles in the deep struggles of the witchcraft. So ഞാൻ നിങ്ങൾക്ക് 2 ഫോട്ടോകൾ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ മന്ത്രവാദം എൻ്റെ ജീവിതത്തിൽ അതികഠിനമായിരുന്ന സമയത്ത്, ഞാൻ ജോലിയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് എടുത്ത, എൻ്റെ ഓഫീസിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയും 3 മുതൽ 6 മാസത്തെ ഡിഫറൻസിൽ
എടുത്ത 2 ഫോട്ടോയും ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഫോട്ടോകളിൽ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫോട്ടോ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ മരണത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. ആ സമയത്തുള്ള ഫോട്ടോകളാണിത്. 2 photos I'm going to share now. 2 ഫോട്ടോകൾ ഞാൻ ഷെയർ ചെയ്യാൻ One ആഗ്രഹിക്കുന്നു. is when I was studying and I was working that time, last day of my job. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവസാനത്തെ ഫോട്ടോ. And another photo is just 3 months gap before coming to Christ, and after I got encounter and deliverance started. I started receiving the anointing and the Holy Spirit. When I received that 3 months gap, you can see the photo here. രണ്ടാമത്തെ ഫോട്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷം 3 മാസത്തെ ഗ്യാപ്പിൽ എടുത്ത ഫോട്ടോ. ഞാൻ കർത്താവിലേക്ക് വന്നു, കർത്താവിൽ അഭിഷേകം എന്നെ തൊട്ടു, ഞാൻ സ്നാനപ്പെട്ടു, അതിനുശേഷം എടുത്ത മറ്റൊരു പിക്ചർ. So here you can understand how much a drastic change happened in my life. ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം ഉണ്ടായി എന്ന്. See, deliverance means, വിടുതൽ എന്ന് പറഞ്ഞാൽ, especially witchcraft, deliverance from witchcraft means, മന്ത്രവാദത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ, it cannot happen, it won't happen overnight. അത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. Definitely it takes time. അത് ഒത്തിരി സമയമെടുക്കും. Depends on the severity and the density of the witchcraft what they are going through. ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന മന്ത്രവാദ ശക്തിയുടെ ആഴത്തിനനുസരിച്ച് വിടുതലിൻ്റെ സമയം ചിലപ്പോൾ മാറി വന്നേക്കാം. For me also it took few years. എനിക്കും ചില വർഷങ്ങളെടുത്തു പരിപൂർണമായി വിടുതൽ പ്രാപിക്കുവാൻ. It took few years. ചില സമയങ്ങളെടുത്തു. I worked out on that. ഞാൻ എനിക്ക് ലഭിച്ച വിടുതലിൽ അതിൽ ഞാൻ കൂടുതൽ ആഴമായി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. And here we have to understand one more thing. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമേ, Biggest enemy, weapon of the enemy is ഈ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്തെന്ന് ചോദിച്ചാൽ, ignorance. അത് നമ്മുടെ അശ്രദ്ധയാണ്. When we are ignoring the witchcraft what is there in our families, നമ്മുടെ കുടുംബങ്ങളിലുള്ള മന്ത്രവാദത്തെ എത്രത്തോളം നാം അശ്രദ്ധമായി കാണുമോ, it will kill the family. അത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ കൊല്ലുവാൻ ഇടവരും. And at the same time I'm not saying that you have to meditate the witchcraft. അതേസമയം ഞാൻ അത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴും മന്ത്രവാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുമല്ല. If God is saying that, if God is showing any signs, if God is saying anything, just focus on that and just ask Holy Spirit God how to come out of that witchcraft. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുക, മന്ത്രവാദത്തെക്കുറിച്ച് നീ ഇന്ന മേഖലയിൽ വിടുതൽ പ്രാപിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ ആ മേഖലകളിൽ നിന്നും നാം പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചിരിക്കണം. അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. There are some signs to recognize witchcraft is working or not in our life. നമ്മുടെ ജീവിതത്തിൽ മന്ത്രവാദം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ചില സൂചനകൾ ഞാൻ പറഞ്ഞു തരാം. I'll share only few signs. ചില സൂചനകൾ മാത്രം. First, mind attacks will be there. ഒന്ന്, നമ്മുടെ മാനസികമായ അറ്റാക്കുകൾ, മനോപീഡ. Different form of mind attacks. വിവിധ രീതിയിലുള്ള മനോപീഡകൾ. And depression. വളരെ നിരാശ. And full body pains. ശരീരം മുഴുവൻ വേദന. Laziness. മടി. We cannot get up from the bed. കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ. Feeling suicide tendency. എപ്പോഴും ആത്മഹത്യാ പ്രേരണ. And coming to dreams. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വന്നാൽ we'll feel that someone is feeding us. നമുക്ക് ചിലപ്പോൾ തോന്നാം ആരോ നമുക്ക് എന്തോ ആഹാരം തരികയാണ്. And dogs are chasing. നായ്ക്കൾ നമ്മളെ പുറകെ ഓടി വരുന്നത് പോലെ. Buffaloes are chasing. ചിലപ്പോൾ കാളകൾ അല്ലെങ്കിൽ പോത്തുകൾ, വലിയ മൃഗങ്ങൾ നമ്മുടെ പുറകെ വരുന്നത് പോലെ. Some snake is around us. നമ്മുടെ ചുറ്റും പാമ്പുകൾ ഉള്ളതുപോലെ. Some signs will be there. ചില സൂചനകളുണ്ട്. And sometimes we'll see blood. ചില സമയത്ത് നമ്മുടെ സ്വപ്നങ്ങളിൽ രക്തം നാം കാണാം. And we'll be scared of blood. നമുക്ക് രക്തത്തോട് അമിതമായ ഭയമുണ്ടാകാം. By seeing blood we'll be irritated. രക്തം നാം കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാം. If any witchcraft done by sacrificing blood, because of that we'll feel irritation and we'll feel uneasy by seeing the blood. ചില മന്ത്രവാദങ്ങൾ അവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ രക്തം ഒഴിച്ച് രക്തത്താൽ ചില മന്ത്രവാദങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രക്തം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വളരെ അധികം പ്രശ്നം തോന്നിയേക്കാം. If
anybody is going through some continuous problem like urine and motion. ചില വ്യക്തികൾ യൂറിൻ പ്രശ്നത്തോലോ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ മൂത്രം പോകുന്നത് പോലെയോ അവരുടെ മലം വിസർജിക്കുന്നത് പോലെയോ ഉള്ള ടെൻഡൻസി ഉണ്ടാകാം. This is a very big sign that we have to understand that witchcraft is working in their life. ഇങ്ങനെയുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഏതോ രീതിയിലുള്ള മന്ത്രവാദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. Another sign is high rejection. അടുത്ത സൂചന എന്ന് പറഞ്ഞാൽ തിരസ്കരണം And memory loss. ഓർമ്മക്കുറവുകൾ. There are different signs, but these are the common signs. ഒരുപാട് സൂചനകൾ ഉണ്ടെങ്കിലും ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ള സൂചനകൾ. Another sign is a skin allergy. അടുത്ത സൂചന എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ചർമ്മവ്യാധികൾ. And will feel attracted to the darkness. ഇരുട്ടിനോട് അമിതമായ ആകർഷണം തോന്നുക. When witchcraft is working in our life, നമ്മുടെ ജീവിതത്തിൽ മന്ത്രവാദം വർക്ക് ചെയ്യുകയാണെങ്കിൽ suddenly we'll feel to go to empty place like a desert or some plants where nobody is there. We will feel to sit alone in the room or outside. നമ്മുടെ ജീവിതത്തിൽ മന്ത്രവാദം നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഏകാന്തമായ സ്ഥലങ്ങളിൽ പോയിരിക്കുക, ശ്മശാനത്തിൽ പോയിരിക്കുക തോന്നുക, വനത്തിനുള്ളിൽ പോയിരിക്കാൻ തോന്നുക, അങ്ങനെയുള്ള ആരും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുവാൻ തോന്നുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചേക്കാം. സെൽഫ് ഐസൊലേഷൻ, ഒറ്റയ്ക്ക് ഏകാന്തവാസിയായി ജീവിക്കുക, സെൽഫ് റിജക്ഷൻ, തനിയെ താൻ തിരസ്കരിക്കുക, ലോൺലിനെസ്, ഏകാന്തത, ഡിപ്രഷൻ, നിരാശ. And in the dreams, as I told, these will be there. നമ്മുടെ സ്വപ്നങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. So when whatever we want to do, we cannot prosper in our life. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരിക്കലും നമുക്ക് അതിനകത്തൊരു അനുഗ്രഹം അഭിവൃദ്ധി കാണുവാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥകൾ. These are the biggest signs of the witchcraft. ഇതൊക്കെയാണ് മന്ത്രവാദത്തിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. See how God has delivered me, I want to share now. എങ്ങനെ കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. So here one thing I want to tell. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Every time we have to focus on this. ഈ ഒരു കാര്യത്തിൽ നാം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Deliverance won't happen overnight. വിടുതൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മന്ത്രവാദത്തിൽ നിന്നുള്ള വിടുതൽ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. Definitely it takes some time. അതിന് കുറച്ച് സമയം എടുത്തേക്കാം. Because അതിന് കാരണം witchcraft is done on soul part. കാരണം മന്ത്രവാദം ചെയ്യുന്നവർ നമ്മുടെ ദേഹി മണ്ഡലത്തിലേക്കാണ് മന്ത്രവാദം ചെയ്യുന്നത്. We have to understand that we are spirit, soul and body. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യൻ ഒരു ത്രിത്വമാണ്. മനുഷ്യന് ഒരു ശരീരമുണ്ട്, ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട്. Witchcraft will be done only on soul part. മന്ത്രവാദം പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ ദേഹി മണ്ഡലത്തിലേക്കാണ്. No, nobody will do witchcraft on body, nobody will do on spirit. നമ്മുടെ ആത്മാവിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ ആരും മന്ത്രവാദം ചെയ്യുകയില്ല. Which doctors have this revelation? മന്ത്രവാദം ചെയ്യുന്നവർക്ക് ഈ വെളിപ്പാടുണ്ട്. Every witchcraft will be done on the soul. എല്ലാ മന്ത്രവാദവും ചെയ്യുന്നത് നമ്മുടെ ദേഹി മണ്ഡലത്തിലേക്കാണ്. Because our soul contains will, emotions, mind, everything. These things. നമ്മുടെ ദേഹി മണ്ഡലത്തിൽ നാം കാണുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സ്, നമ്മുടെ ഇച്ഛാശക്തി, 3 നമ്മുടെ വികാരങ്ങൾ. Witchcraft means manipulating our mind. മന്ത്രവാദം എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ മനസ്സിനെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുക. That's why according to word of God also manipulation is equal to witchcraft. അതുകൊണ്ടാണ് വചനം പറയുന്നത് മത്സരം ആഭിചാരം പോലെയെന്ന്. Manipulation is equal to witchcraft. നമ്മൾ ഒരാളെ തെറ്റിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അത് മന്ത്രവാദത്തിന് തുല്യമാണ്. So this witchcraft, they'll assign some spirit and they'll manipulate our mind. ഈ മന്ത്രവാദം ചെയ്യുന്നവർ ചില ആത്മാക്കളെ നമുക്കെതിരെ അയച്ചിട്ട് അവർ നമ്മളെ വേറെ വഴിയിലേക്ക്, ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കും. So they will attack on soul part. അവർ നമ്മുടെ ദേഹിയിൽ അറ്റാക്ക് ചെയ്യും. Our spirit, soul, body. നമ്മുടെ ആത്മ ദേഹി ദേഹമണ്ഡലത്തിൽ middle when that soul is there, നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദേഹി എന്ന് പറയുന്നത് മധ്യഭാഗത്താണ്. they will attack on that soul. അവർ ആ സോളിൽ, അവർ ആ ദേഹിയിൽ അവർ അറ്റാക്ക് ചെയ്യും. See, for God our soul is very important. ദൈവത്തിന് നമ്മുടെ സോൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Because without soul this body is useless. ഈ ദേഹി എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ ഈ ദേഹം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. That's why they'll attack on soul. അതുകൊണ്ടാണ് അവർ
ഈ ദേഹി മണ്ഡലത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. For God, whatever it is important, they will attack on that soul. ദൈവത്തിന് ഏതാണോ പ്രാധാന്യതയുള്ളത് അതിലേക്കാണ് മന്ത്രവാദികൾ അറ്റാക്ക് ചെയ്യുന്നത്. Another point is, അടുത്ത പോയിന്റ് എന്ന് ചോദിച്ചാൽ, for every witchcraft, എല്ലാ മന്ത്രവാദത്തിനും, for every practice of this witchcraft, എല്ലാ മന്ത്രവാദ പ്രയോഗങ്ങൾക്കും they need some private place. അവർക്ക് ഒരു ഏകാന്തമായ സ്ഥലം ആവശ്യമാണ്. They will build an altars. അവർ ഒരു ബലിപീഠം നിർമ്മിക്കും. They will build an altars and they'll do witchcraft. അവർ ബലിപീഠം നിർമ്മിച്ച് ആ ബലിപീഠത്തിന്റെ മേൽ മന്ത്രവാദം ചെയ്യും. Without altars they cannot practice, they cannot do any witchcraft. ഒരു ബലിപീഠമില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു മന്ത്രവാദം ചെയ്യുവാനോ മന്ത്രവാദ പ്രയോഗങ്ങൾ നടത്തുവാനോ സാധ്യമല്ല. So without an altar, doing witchcraft is highly impossible. ഒരു ബലിപീഠമില്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുന്നത് അസാധ്യമാകുന്നു. But here ഇവിടെ we have to break that altars in the name of Jesus. നമ്മൾ ചെയ്യേണ്ട മന്ത്രവാദ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം ഈ ബലിപീഠങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. When we break that altars, നമ്മൾ എപ്പോഴാണോ ഈ ബലിപീഠങ്ങളെ തകർക്കുന്നത്, that all witchcraft will be vanished. ആ മന്ത്രവാദം മുഴുവൻ അപ്രത്യക്ഷമായി പോകുവാനിട വരും. See, from outside, if I say that I break witchcraft, I remove witchcraft, if I say that deliverance will be temporary. പുറമേ നമ്മൾ പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിടുതൽ പ്രാപിച്ചു, ഞാൻ വിടുതൽ പ്രാപിക്കട്ടെ, അതൊരു താൽക്കാലികമായ വിടുതലിലേക്ക് നമ്മളെ നയിച്ചേക്കാം. That is temporary. അത് താൽക്കാലികമാണ്. We have to deal from that altars. നാം എപ്പോഴാണോ പരിപൂർണ്ണ വിടുതലിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അപ്പോൾ നാം ആ ബലിപീഠങ്ങളെ നമ്മൾ കേന്ദ്രീകൃതമാകേണ്ടതായിട്ടുണ്ട്. We have to pray in such a way that നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. we have to break that altars. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: എനിക്കെതിരെ നിർമ്മിച്ചിരിക്കുന്ന സകല പൈശാചിക ബലിപീഠങ്ങളെയും ഞാൻ ഇപ്പോൾ തകർക്കുന്നു യേശുവിന്റെ നാമത്തിൽ. See, on that altars, ആ ബലിപീഠങ്ങളുടെ മുകളിൽ they'll sacrifice blood, അവർ രക്തബലികൾ അർപ്പിക്കാം. some animals, അവർ ചിലപ്പോൾ ചില മൃഗങ്ങളെ ബലി കഴിക്കാം. whatever they want according to that witchcraft, they will sacrifice. Sometimes urine, sometimes motion, sometimes blood, sometimes hair. Because of that witchcraft, they are seeing the dream. What they have done on the altar, they are seeing it in the dream. പല സ്വപ്നങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള നമ്മുടെ മൂത്രമായി, നമ്മുടെ വിസർജ്യമായി, നമ്മുടെ രക്തമായി, മൃഗങ്ങളായി ഈ വ്യക്തികൾ ഈ ബലിപീഠങ്ങൾക്ക് മുകളിൽ എന്തിനെയാണോ അർപ്പിക്കുന്നത്, അതാണ് നാം നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ദർശനങ്ങളിൽ ഈ മന്ത്രവാദത്താൽ അഫക്റ്റ് ചെയ്ത ആളുകൾ കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും. That's why we have to break that altars in the name of Jesus Christ. യേശു കർത്താവിന്റെ അതിശക്തമായ നാമത്തിൽ ഈ ബലിപീഠങ്ങളെ നാം തകർക്കേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. And another thing is, അടുത്ത സംഗതി എന്ന് ചോദിച്ചാൽ, every time we have to meditate the word of God. എപ്പോഴും നാം ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. See, this subject is a very big subject. ഇത് വളരെ ആഴമേറിയതും വിശാലമായ ഒരു സബ്ജക്റ്റ് ആകുന്നു. God has taught me many things. ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. But now important things only I am telling to you. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. Every time we have to confess and we have to meditate word of God. എപ്പോഴും നാം ദൈവവചനം പറയുകയും ദൈവവചനം ധ്യാനിക്കുകയും വേണം. Every time we have to confess, I am new creation in Christ, old things are passed away. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് എപ്പോഴും നമ്മൾ വാഗൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. 2 Corinthians 5:17, according to that we have to confess, we have to meditate this word. 2 കൊരിന്ത്യർ 5:17 പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. എല്ലാവരും പറയുക, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ഇത് തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുക. We may think that this word we knew it earlier, what is there in this word, but everything is there in this word. നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ ഈ വാക്യം എനിക്ക് നേരത്തെ അറിയാം. എന്തുകൊണ്ടാണ്? ഈ വിടുതൽ ഇരിക്കുന്നതേ ഈ വചനത്തിലാണ്. See, according to Galatians 5:1, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത് പോലെ there is a freedom. ഒരു സാക്ഷാൽ കർത്താവ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. God has given us a freedom. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. So whatever freedom we required, എന്ത് സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമുണ്ടോ, in the name of Jesus Christ of Nazareth we have that freedom.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം We have ലഭിച്ചിരിക്കുകയാണ്. to claim this word. ഈ വാക്യത്തെ നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യുക. Like this, we have to every day we have to meditate until we get freedom in that area. We have to meditate it. നമുക്ക് ഒരു പ്രത്യേക മേഖലയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് വരെ ഈ വാക്യം നാം എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. See, as I told you, witchcraft will attack on mind. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാണ് ഈ മന്ത്രവാദം അറ്റാക്ക് ചെയ്യുന്നത്. First weapon, first the way form of witchcraft is attacking on mind. ആദ്യം ഒരാൾ മന്ത്രവാദത്താൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് അറിയേണ്ടത് അവരുടെ മനസ്സിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. See, by according to Romans 12:2, റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത് പോലെ confess like this. നമ്മൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. Renew our mind. എപ്പോഴും മനസ്സ് പുതുക്കുക, എപ്പോഴും മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. Any thought which is aligning according to witchcraft, നമ്മുടെ ജീവിതത്തിൽ നിരാശ പോലെ, സങ്കടം പോലെ, വിഷമം പോലെ, നമ്മൾ ഏകാന്തപ്പെടുന്നത് പോലെ ഏതെങ്കിലും ചിന്തകൾ അത് മന്ത്രവാദത്തോട് ഏകീഭവിക്കുകയാണെങ്കിൽ, if anything is aligning to that, ഏതെങ്കിലും മന്ത്രവാദത്തോട് ഏകീഭവിക്കുകയാണ്, നമ്മുടെ ചിന്തകൾ മന്ത്രവാദത്തോട് we have ഏകീഭവിക്കുകയാണെങ്കിൽ, to take this scripture and we have to renew our mind. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനം പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. Renew our mind. Romans 12:2, renew our mind. എപ്പോഴും റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം പോലെ എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കുകയാണ്, എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കുകയാണ്. See, everything, every deliverance is there. Everything is possible only through word of God. എല്ലാ വിടുതലും സാധ്യമാകുക ഒറ്റ ഒരു കാരണം കൊണ്ട്, അത് ദൈവവചനത്താൽ. And another thing is, അടുത്ത കാര്യം, we have to handle every witchcraft from the roots. എപ്പോഴും എല്ലാ മന്ത്രവാദത്തെയും അതിന്റെ വേരിൽ നിന്ന് നാം സ്റ്റാർട്ട് ചെയ്യണം, അതിനെ പുറത്തെടുക്കുവാൻ നമ്മൾ സ്റ്റാർട്ട് Otherwise ചെയ്യണം. it will go from one generation to another അല്ലെങ്കിൽ generation. ഈ വേരുകൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇത് ട്രാൻസ്ഫർ ആകാൻ Many സാധ്യതയുണ്ട്. families have this curse of witchcraft. പല കുടുംബങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മന്ത്രവാദം എന്ന് പറയുന്ന ശാപമുണ്ട്. For example, ഉദാഹരണത്തിന്, one family have done witchcraft against some other family. ഈ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിനെതിരായി മന്ത്രവാദം ചെയ്യുവാനിടയായി. The spirit of witchcraft has entered into that family. ആ മന്ത്രവാദത്തിന്റെ ദുരാത്മാവ് ആ കുടുംബത്തിലേക്ക് എൻ്റർ ചെയ്തു. The curse took place there. ആ ശാപം അവിടെ നടക്കുവാനിടയായി. Because of that curse, ആ ശാപം മുഖാന്തരം another generations also got affected. മറ്റ് തലമുറകൾ കൂടെ അതിനാൽ ബാധിക്കപ്പെടുവാനിടയായി തീർന്നു. Because of that curse, ആ ശാപം മുഖേന another generation, അടുത്ത തലമുറ, if they are innocent also, അവർ ഒരുപക്ഷെ അവർ വളരെ ഇന്നസെന്റ് ആണെങ്കിൽ കൂടി, some unknown family will feel or jealous or some insecurity and they will do witchcraft against this family. ഇവർ ഒരുപക്ഷെ അവർ നിഷ്കളങ്കരായിരിക്കാം, പക്ഷെ മറ്റ് ആർക്കെങ്കിലും ഈ വിത്തുള്ളത് കൊണ്ട്, ഈ മന്ത്രവാദത്തിന്റെ വിത്ത് ആ കുടുംബത്തിനകത്തുള്ളത് കൊണ്ട് വേറെ ആർക്കെങ്കിലും ഇവർക്കെതിരെ മന്ത്രവാദം ചെയ്യുവാൻ ഒരു ചിന്ത പെട്ടെന്ന് ആ പിശാചിന് അവരുടെ മേൽ ഇടുവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തലമുറയിൽ എവിടെയോ ഈ കുടുംബത്തിനെതിരെ ഒരു ശാപം കിടപ്പുണ്ട്. When curse took place, ആ ശാപം കിടക്കുമ്പോൾ that will go to generations. അത് മറ്റ് തലമുറകളിലേക്ക് മാറുവാനിടവരും. Sometimes coming generation may feel to do witchcraft to another family, or if they are innocent, some other will feel to attracted or feel jealous or something and they will do witchcraft against this family. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാം. ഒരുപക്ഷെ ഈ കുടുംബത്തിന് മറ്റു കുടുംബങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ കുടുംബം നിഷ്കളങ്കരാണെങ്കിൽ ഇവർക്കെതിരെ വേറെ ആർക്കെങ്കിലും മന്ത്രവാദം ചെയ്യുവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാം. കാരണം ഈ മന്ത്രവാദം എന്ന് പറയുന്ന ശാപത്തിന്റെ വേരുകൾ ഇപ്പോഴും ആ കുടുംബത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് we have to see the roots. നമ്മൾ എപ്പോഴും ഈ വേരുകളെ ലക്ഷ്യം വയ്ക്കുക. From where it has started. ഇത് എവിടെ നിന്ന് തുടങ്ങി? And another thing is, അടുത്ത ചിന്ത, we have to deal. What God has taught to me is, ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് I have ചോദിച്ചു. gone through a deep inner healing and deliverance. ഞാൻ വളരെ ആഴമേറിയ ആന്തരിക സൗഖ്യ ശുശ്രൂഷകളിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. We may think that what is the link between the inner healing and witchcraft deliverance. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം, ആന്തരിക
ആന്തരിക സൗഖ്യവും ഈ മന്ത്രവാദത്തിൽ നിന്നുള്ള വിടുതലും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? See, God has delivered me when I was in my mother's womb. ദൈവം എവിടം തൊട്ട് എന്നെ വിടുവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. If the parents carry witchcraft, മാതാപിതാക്കൾ ഒരുപക്ഷെ മന്ത്രവാദം താൽ ബാധിക്കപ്പെട്ട ആളുകളാണെങ്കിൽ if that will transfer to the baby when the baby was in the mother's womb. അത് ഗർഭസ്ഥ ശിശുവിൻ്റെ മുകളിലേക്ക് ഈ മന്ത്രവാദ ശക്തികൾ ആ കുട്ടിയിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. God took me in the mother's womb in inner healing and deliverance. ഒരു ആന്തരിക സൗഖ്യ ശുശ്രൂഷ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അമ്മയുടെ ഉദരത്തിൽ ആ സമയത്തുള്ള മന്ത്രവാദ ശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ അമ്മയുടെ ഉദരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. And the brokenness what I carried, everything God has shown me in the inner healing and deliverance. ഈ ആന്തരിക രോഗസൗഖ്യ ശുശ്രൂഷ വേളകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തകർച്ചയിലൂടെ കടന്നുപോയോ അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. Again you may get doubt what is the link between this brokenness and witchcraft deliverance. നിങ്ങൾ ചിന്തിക്കാം ഈ നമ്മുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾക്കും അതുപോലെ ഈ മന്ത്രവാദ ശക്തികൾ ഉള്ള വിടുതലും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിരിക്കാം. See, in my case I have gone through lot of childhood brokenness and traumas. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങളിലൂടെ ഒരുപാട് ബാല്യ അവസ്ഥയിലുള്ള മുറിവുകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. Childhood was full of brokenness. എൻ്റെ ബാല്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് മുറിവുകൾ മാത്രമായിരുന്നു. Soul was broken. എൻ്റെ ദേഹി മണ്ഡലം എപ്പോഴും മുറിവേറ്റപ്പെട്ടതായിരുന്നു. No parents no father attention, no father's love in my life. എൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ സ്നേഹമോ അപ്പൻ്റെ കരുതലോ ലഭിച്ചൊരു വ്യക്തിയായിരുന്നില്ല ഞാൻ. See, we may think that what is the link between all these things. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം ഇതെല്ലാം തമ്മിലുള്ള ബന്ധം എന്താണ്? See, that spirit, the way spirit realm works is different. ഏത് രീതിയിലാണ് ആത്മമണ്ഡലം നയിക്കപ്പെടുന്നത് അത് വളരെ വ്യത്യസ്തമായ രീതിയാണ്. Everything is interlinked. എല്ലാം ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുകയാണ്. See, doing witchcraft to the broken soul is very easy. ഒരു മനസ്സിന് മുറിവുള്ള ഒരു വ്യക്തിക്കെതിരെ മന്ത്രവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സുലഭമായ കാര്യമാണ്. See, if a person is carrying a trauma, ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു മുറിവ് അവൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, and God took me to deep inner healing and deliverance multiple times. ദൈവം എന്നെ ആന്തരിക സൗഖ്യ ശുശ്രൂഷകളിലേക്ക് പല തവണ കൂട്ടിക്കൊണ്ടുപോകുവാൻ God has shown me what happened when I was in mother's womb. എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ദൈവം കാണിച്ചു തന്നു. In my childhood brokenness, എൻ്റെ ബാല്യാവസ്ഥയിൽ എന്ത് സംഭവിച്ചുവെന്ന്. See, from the moment we born, നമ്മൾ ജനിക്കുന്ന സമയത്ത് until we get 15 years, 16 years, നമുക്ക് 15-16 വയസ്സാകുന്നത് വരെ this is very important age. അത് വളരെ പ്രാധാന്യതയുള്ള ഒരു ഏജ് ആണ്. And from the baby, the moment we born, from that age onwards, till 13 to 14 is most important age. നമ്മൾ ജനിച്ച ദിവസം മുതൽ 13-14 വയസ്സാകുന്ന വരെയുള്ള സമയം അത് വളരെ പ്രാധാന്യതയുള്ള ഏജ് ആകുന്നു. I have gone through lot of brokenness. ആ സമയത്ത് ഞാൻ ഒരുപാട് തകർച്ചകളിലൂടെ കടന്നുപോയി. Multiple childhood traumas. വളരെ അധികം എൻ്റെ ജീവിതത്തിൽ ബാല്യാവസ്ഥയിലുള്ള മുറിവുകൾ. If a person is carrying lot of traumas, ഈ ഒരു വ്യക്തി അധികം മുറിവുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ doing witchcraft against that person is very easy. ആ വ്യക്തിക്കെതിരെ മന്ത്രവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സുലഭമായ കാര്യമാകുന്നു. It attacks very easily. അത് പെട്ടെന്ന് ആ മന്ത്രവാദം ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്തേക്കാം. Not only witchcraft, they will attract more demons also because of the brokenness. ആ മുറിവുകൾ കാരണം അനേകം ദുരാത്മാക്കളെ ആകർഷിക്കുവാനിടയായിത്തീരും. So when I got deliverance from witchcraft, ഞാൻ ഈ മന്ത്രവാദ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ after deliverance also I felt something empty inside of me. ഞാൻ വിടുവിക്കപ്പെട്ട ശേഷം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ എന്തോ ഇല്ലായ്മ എൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടു. I felt I was not completely all right and okay. അത് എപ്പോൾ ഞാൻ മുഴുവൻ വിടുവിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. Then God showed me one thing. ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നു. Traumas. എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ. God told me, deal with your traumas. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ മുറിവുകളെ നീ ഡീൽ ചെയ്യുക. When I dealt with these traumas, എൻ്റെ ജീവിതത്തിലെ മുറിവുകളുമായിട്ട് മുറിവുകളെ ഞാൻ ഡീൽ ചെയ്തപ്പോൾ, because witchcraft and traumas are interlinked. കാരണം ഈ മന്ത്രവാദവും
ഈ മുറിവുകളും അത് പരസ്പരം ബന്ധമുള്ള കാര്യമാണ്. Deliverance from witchcraft is completely, totally, it is not possible without if you don't deal with traumas. ആ മന്ത്രവാദത്തിൽ നിന്നുള്ള വിടുതൽ സാധ്യമാകുകയില്ല, ഒരിക്കലും സാധ്യമാകുകയില്ല. ഈ ഒരുപക്ഷെ നിങ്ങൾ ഈ മുറിവുകളെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ ബാല്യകാല അവസ്ഥ മുതലുള്ള മുറിവുകളെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മന്ത്രവാദത്തിൽ നിന്നുള്ള വിടുതൽ പെട്ടെന്ന് സാധ്യമായി എന്ന് ആകണമെന്നില്ല. See, if you ask anyone who are highly affected with witchcraft, നിങ്ങൾ മന്ത്രവാദത്താൽ ബാധിക്കപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, if you ask them, നമ്മൾ അവരോട് ചോദിച്ചാൽ, if they are highly affected with witchcraft, ഒരുപക്ഷെ അവർ വളരെ കഠിന അവസ്ഥയിൽ മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കാം. before witchcraft, once if you examine their life, if you ask their past life, നമ്മൾ ഒരുപക്ഷെ മന്ത്രവാദത്തിന് മുമ്പുള്ള അവരുടെ ബാല്യ കൗമാര അവസ്ഥകളെ നമ്മളൊന്ന് നോക്കിയാൽ, if you examine their childhood problems, അവരുടെ കൗമാര ദശയിലുള്ള പ്രശ്നങ്ങൾ, childhood traumas, അവരുടെ ബാല്യാവസ്ഥയിലുള്ള മുറിവുകൾ, and some traumas in that family, അവരുടെ കുടുംബത്തിൽ സംഭവിച്ച ചില മുറിവുകൾ, some brokenness will be there in their life. അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു മുറിവ് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. Then only they'll be affected highly with these witchcrafts. ആ ഒരു സന്ദർഭത്തിലാണ് മന്ത്രവാദത്താൽ വളരെ വളരെ അവർ ബാധിക്കപ്പെടുവാനിടയായി തീരുന്നത്. Some rejection, childhood rejection, ചെറിയ കാലത്തിൽ വന്ന തിരസ്കരണങ്ങൾ, or single parent, ചില കുട്ടികൾ സിംഗിൾ പാരന്റ് ആയിരിക്കും, അവർക്ക് ഒരു മാതാവോ അല്ലെങ്കിൽ പിതാവോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. childhood they have faced some abusing words or abusive relationships or sexual abuse, something will happen in their life. അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവർ ലൈംഗികമായി അല്ലെങ്കിൽ മാനസികമായി അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ വ്യക്തികളാൽ ബാധിക്കപ്പെട്ട വ്യക്തികളായിരിക്കാം. Some brokenness, some traumas will be there in അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു ദുഃഖം, ഏതോ ഒരു മുറിവുണ്ടായിരിക്കും. Last time when we conducted inner healing and deliverance, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആന്തരിക സൗഖ്യവും വിടുതൽ ശുശ്രൂഷയും ഞങ്ങൾ ഇവിടെ ഹൈദരാബാദിൽ ചെയ്യുന്ന സമയത്ത്, actually to our church one sister came. ഞങ്ങളുടെ സഭയിലേക്ക് ഒരു സഹോദരി വരുവാനിടയായി. She has one problem. ആ സഹോദരിക്ക് ഒരു പ്രശ്നമുണ്ട്. Whenever she come to church or whenever she start praying, whenever she participate in worshiping, she will vomit blood. അവർ എപ്പോഴെല്ലാം ഈ ആരാധനയ്ക്ക് കടന്നു വരുമോ, ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കുമോ അവർ രക്തം ഛർദ്ദിക്കുമായിരുന്നു. She went to many places. അവൾ ഒരുപാട് സ്ഥലങ്ങൾ വിടുതലിനായി പോയി. She did not got deliverance. അവൾക്ക് വിടുതൽ ലഭിച്ചില്ല. I told her, ഞാൻ അവളോട് പറഞ്ഞു, sister, please come to inner healing and deliverance. നിങ്ങൾ ആന്തരിക സൗഖ്യ ശുശ്രൂഷകളിലേക്ക് വരിക. There only it is possible. അവിടെ മാത്രമേ ഈ പ്രശ്നത്തിന് മറുപടിയുള്ളൂ. So when she came to inner healing and deliverance. അവൾ ആ വാക്ക് സീരിയസ് ആയി എടുത്ത് അവൾ ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾക്ക് വരുവാനിടയായി. We have took her to in the mother's womb session. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായ മുറിവുകളുടെ സെഷനിൽ അവളെ ഞങ്ങൾ നയിച്ചു. And in inner healing and deliverance we took exclusive for the witchcraft deliverance. ഇന്നർ ഹീലിംഗ് ആ മീറ്റിംഗിൽ ഞങ്ങൾ 2 സെഷൻ പ്രത്യേകിച്ച് ഈ മന്ത്രവാദ ശക്തികൾക്കെതിരെയുള്ള സെഷൻ ഞങ്ങൾ എടുത്തു. After that we have took to traumas, inner wounds, everything we took step by step. ഞങ്ങൾ ഈ മുറിവുകൾ, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ തീരുമാനങ്ങൾ, ഈ സെഷനുകളിലെല്ലാം ഈ വ്യക്തി കടന്നു പോകാനിടയായി. So in the witchcraft deliverance she have vomited nearly 2 to 3 covers of blood. ആ മന്ത്രവാദ ശക്തികളെ ബ്രേക്ക് ചെയ്യുന്ന സെഷനിൽ അവൾ 3 കവറോളം ബ്ലഡ് ഛർദ്ദിക്കുവാൻ ആരംഭിച്ചു. We have everything with proofs. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തക്കതായ പ്രൂഫുകൾ എല്ലാം ഉണ്ട്. And at that time during that session I prayed for her. ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. After that we took to the mother's womb, before that only we took to mother's womb, and then we took to traumas, everything we took step by step inner healing process. ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ വളരെ ക്രമമായി എല്ലാ സെഷനുകളും അവളെ ഞങ്ങൾ നയിക്കുവാനിടയായി. After that she was completely delivered and healed. അതിനുശേഷം അവൾ പരിപൂർണമായി അവൾക്ക് സൗഖ്യമാകുവാനും ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനും ഇടയായി തീർന്നു. It's been 8 to 9 months. ഇപ്പോൾ ഏകദേശം 8 മുതൽ 9 മാസമായിരിക്കുന്നു. One time also she did not vomited blood. അവൾ ഇതുവരെ രക്തം ഛർദ്ദിച്ചിട്ടില്ല. In her life it was very big witchcraft. അവളുടെ ജീവിതത്തിലും വളരെ ശക്തമായ ഒരു മന്ത്രവാദമായിരുന്നു. Everyone was casting out that witchcraft.
എല്ലാവരും ആ മന്ത്രവാദത്തെ പുറത്താക്കുമായിരുന്നു. But that is going and coming back. അത് പോകും, തിരിച്ചു വരും. But when we dealt in the inner healing and deliverance, നമ്മൾ ആ വ്യക്തികളെ, ആ പ്രത്യേകിച്ച് ആ വ്യക്തിയെ നമ്മൾ ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ കൊണ്ടുപോയപ്പോൾ mother's womb, ആ അമ്മയുടെ ഉദരത്തിലുണ്ടായ മുറിവുകൾ, and traumas, ആ മുറിവുകളിലേക്ക്, main traumas, പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ, we want deliverance from completely, totally from the witchcraft. Means first we have to deal with the traumas. നമ്മുടെ ജീവിതത്തിൽ ഈ മുറിവുകളിൽ നിന്ന് വിടുതൽ ലഭിച്ചാൽ മാത്രമേ മന്ത്രവാദ ശക്തികൾ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഐ വോണ്ട് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മുറിവുകളും ദുരാത്മാക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വൂണ്ട്സ് ആൻഡ് ദ ഡിമോണിക് സ്പിരിറ്റ്സ്? Traumas. Yeah. See, traumas are dangerous than witchcraft. ഈ മുറിവുകൾ എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തെക്കാൾ ശക്തിയുള്ളതാണ്. As I told you, these witch doctors will do witchcraft on soul part. ഞാൻ പറഞ്ഞല്ലോ, ഈ ദേഹി മണ്ഡലത്തിലാണ് മന്ത്രവാദികൾ, അവിടേക്ക് മനസ്സിൻ്റെ മണ്ഡലത്തിലേക്കാണ് അവർ ദുരാത്മാക്കളെ പറഞ്ഞു വിടുന്നത്. They are already having the brokenness on that soul. ചിലപ്പോൾ നമ്മുടെ സോളിൽ, നമ്മുടെ ദേഹി മണ്ഡലത്തിൽ ഓൾറെഡി ഒരു ബ്രോക്കൺനെസ് ഉണ്ടായിരിക്കാം. So doing witchcraft on that broken soul is very, very easy. ആ മുറിവേൽക്കപ്പെട്ട അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആ മനുഷ്യന്റെ ജീവിതത്തിൽ മന്ത്രവാദം ഏൽക്കുന്നത് വളരെ സുലഭമായ കാര്യമാകുന്നു. Because behind traumas many demonic spirits will be there. കാരണം മുറിവുകളുടെ പുറകിൽ ഒരുപാട് ദുരാത്മാക്കൾ ഉണ്ടാകാം. That will be hidden. അത് മറഞ്ഞിരിക്കുന്നതായിരിക്കും. Nobody knows that one. ആർക്കും അറിയത്തില്ലായിരിക്കാം. Doing witchcraft on that wounded parts, I mean on the soul. എപ്പോഴാണോ മന്ത്രവാദം ആ ദേഹി മണ്ഡലത്തിലേക്ക് വരുന്നത്, that spirit behind that trauma, ആ മുറിവിന് പുറകിലുള്ള ആ ആത്മാവ്, and the spirit which is released during this witchcraft against that person, ഈ മന്ത്രവാദത്താൽ ഏത് ദുരാത്മാവിനെയാണോ ഈ വ്യക്തിക്കെതിരെ അയച്ചത്, these two spirits will work together. ഈ രണ്ട് ദുരാത്മാക്കൾ അവർ ഒരുമിച്ച് ജോലി ചെയ്യുവാൻ, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആരംഭിക്കും. That's why without inner healing and deliverance, delivering a person and complete transformation, especially from this kind of a deep witchcraft, is highly impossible. അതുകൊണ്ടാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ ഇല്ലാതെ ഒരു വ്യക്തിയെ വിടുവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാകുന്നു. Because that's why every time we'll focus, deal with your traumas, please deal with traumas, then dealing with witchcraft will be very easy. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളെ നിങ്ങൾ ഡീൽ ചെയ്യുക, അതിനെ സൗഖ്യമാക്കുക. ഗിലെയാദിലെ നല്ല വൈദ്യനായ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ മുറിവുകളെ ഏൽപ്പിക്കുക. എന്തുകൊണ്ട്? നമ്മൾ മുറിവുകൾ സൗഖ്യമാകുമ്പോൾ മന്ത്രവാദ ശക്തികളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, വളരെ സുലഭമായി വിടുവിക്കപ്പെടുവാൻ നമുക്ക് കഴിയും. ഐ വോണ്ട് ടു ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. So immediately after your deliverance, so the encounter with Jesus, so what all changes you did in your life to get into the full deliverance? Because you told, I still know that there is something happening, some emptiness in my heart, something was happening. So what steps you took? Did you immediately took the baptism or listening to God's word? So what all things you have done? So when that night I got an encounter with God, ആ രാത്രി എപ്പോഴാണോ എനിക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത്, then I completely left my past life. ഞാൻ എൻ്റെ പഴയ ജീവിതം മുഴുവനായിട്ട് ഞാൻ പുറകെ എറിഞ്ഞു കളഞ്ഞു. My face I got full of change. എൻ്റെ മുഖം മുഴുവൻ മാറി. I removed all of my whatever I wore in my neck. എൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഏലസുകളെല്ലാം ഞാൻ പൊട്ടിച്ചു I കളഞ്ഞു. started going to church. ഞാൻ നിരന്തരമായി സഭയിലേക്ക് പോകാൻ തുടങ്ങി. Then when I went continuously 2.5 months, ഞാൻ 2.5 മാസം നിരന്തരമായി സഭയിൽ then ചെന്നപ്പോൾ God spoke with me. ദൈവം എന്നോട് Go സംസാരിച്ചു. and take baptism. ദൈവം എന്നോട് പറഞ്ഞു, നീ എത്രയും വേഗം സ്നാനപ്പെടുക. Then I approached a few churches. ഞാൻ ചില ചർച്ചകളോട് ചോദിച്ചു. They said that now we are not giving any baptism. അവർ പറഞ്ഞു, ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കാരണം ഞങ്ങൾ ഇപ്പോൾ ആർക്കും സ്നാനം കൊടുക്കുന്നില്ല. Then I asked God, you told me to take baptism, then where I have to take? You only lead me. ദൈവമേ, നീ എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞു, ഞാൻ എവിടെയാണ് പോയി സ്നാനപ്പെടേണ്ടത്? Then he showed one church. ദൈവം എനിക്കൊരു സഭ കാണിച്ചു തന്നു. Then immediately I called to that office. ഞാൻ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു. They said that coming Friday we are giving baptisms. ഈ വെള്ളിയാഴ്ച, വരുന്ന വെള്ളിയാഴ്ച
ഞങ്ങൾ ബാപ്റ്റിസം കൊടുക്കുകയാണ്. After I took baptism, ഞാൻ അവിടെ ഒരു ബാപ്റ്റിസം എടുത്തു. after baptism, ബാപ്റ്റിസത്തിന് ശേഷം I struggled a lot. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. I have gone through a lot of struggles. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു. Devil has attacked me a lot. വീണ്ടും പിശാചിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. But I understood that this is only God can deliver me. എനിക്ക് മനസ്സിലായി ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുള്ളൂ. Only this God. യേശു എന്ന ഒരേ ദൈവത്തിന് മാത്രമേ എന്നെ വിടുവിക്കാൻ. Jesus only can deliver. യേശുവിന് മാത്രമേ എന്നെ വിടുവിക്കാൻ കഴിയൂ. I did not left him. ഞാൻ യേശുവിനെ വിട്ടില്ല. I started reading more word of God. ഞാൻ ധാരാളം വചനം വായിക്കാൻ തുടങ്ങി. When I started reading more word, ഞാൻ ധാരാളം വചനം വായിക്കാൻ തുടങ്ങി. I felt that some worms are going on my body. എൻ്റെ ശരീരത്തിലൂടെ പുഴുക്കൾ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. I did not understood at that time. എനിക്കത് മനസ്സിലായില്ല. Even though continuously I read, I studied word of God. I read. ഞാൻ 30, 40, 50 അങ്ങനെ അധ്യായങ്ങൾ ഞാൻ വായിക്കുവാൻ തുടങ്ങി. More than 7 times I finished my Bible. ഞാൻ ആ സമയത്ത് 7 തവണയിൽ കൂടുതൽ ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചു പൂർത്തിയാക്കി. Old Testament and New Testament. പഴയ നിയമവും പുതിയ നിയമവും. 3 to 4 times of my Bible study, I did not understood anything. 3-4 പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചു തീർന്നപ്പോൾ എനിക്ക് അതിലുള്ള ഒന്നും മനസ്സിലായില്ല. But even though I sent that word forcefully inside of me, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിലേക്ക് ഞാൻ വളരെ 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 ശക്തമായി ദൈവത്തിന്റെ വചനത്തെ അയച്ചുകൊണ്ടിരുന്നു. And next thing is, അടുത്ത I worked on my salvation. ഞാൻ എൻ്റെ രക്ഷയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. After salvation, ഞാൻ എൻ്റെ രക്ഷയ്ക്ക് ശേഷം I broke all my curses. എൻ്റെ ശാപങ്ങളെ മുഴുവൻ ഞാൻ ഏറ്റുപറഞ്ഞു. ഞാൻ അതിനെ പൊട്ടിച്ചു കളഞ്ഞു. All on generational curses. എല്ലാ തലമുറയിൽ നിന്ന് വന്ന ശാപങ്ങൾ I worked out on that. ഞാൻ അതിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ I confessed the word. ഞാൻ ദൈവവചനം സംസാരിക്കുവാൻ തുടങ്ങി. Whatever they have done witchcraft. എനിക്കെതിരെ ചെയ്ത ഏത് മന്ത്രവാദമാണെങ്കിലും. So here we have to understand one thing. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമേ. Witchcraft means മന്ത്രവാദം എന്ന് പറഞ്ഞാൽ releasing words, negative words and cursing the people. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മുകളിലേക്ക് മോശം കാര്യങ്ങളെ സംസാരിക്കുക, നിരന്തരമായി സംസാരിക്കുക. Continuously this person have to destroy, this person have to die, this person have to get sickness, all negative things, releasing it continuously. The chanting, that is a chanting. ഒരു വ്യക്തിയുടെ മുകളിൽ നിരന്തരമായി ശാപത്തെ ഇടുന്നതിനെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. Chanting continuously. നിരന്തരമായി ശാപത്തെ ഇടുക. I understood this revelation. എനിക്കിത് ഈ വെളിപ്പാട് എനിക്ക് മനസ്സിലായി. I started blessing. ഞാൻ ആ ശാപത്തിന് പകരം ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. I kept my right hand over my head. എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ എൻ്റെ വലംകരം വെച്ചിട്ട് Every time I used to confess like this. എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, I have mind of Christ. എനിക്ക് കർത്താവിന്റെ മനസ്സുണ്ട്. Nearly 1000 times I used to confess because I am reversing my witchcraft. 1000 തവണ ഞാൻ പറയുവാനിടയായി തീർന്നു, ഞാൻ എൻ്റെ മന്ത്രവാദത്തെ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. Reversing that witchcraft, reversing that curse. ആ എൻ്റെ ശാപത്തെ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. How to reverse that curse? എങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും? I have to release word on me. ഞാൻ ദൈവ വചനത്തെ സംസാരിക്കണം. Self blessing. ഞാൻ തന്നെ താനെ അനുഗ്രഹിക്കുവാൻ I have തുടങ്ങി. mind of Christ. എനിക്ക് ദൈവത്തിന് ക്രിസ്തുവിന്റെ I am മനസ്സുണ്ട്. in Christ. ഞാൻ ക്രിസ്തുവിലാണ്. Christ is in me. ക്രിസ്തു എന്നിലാണ്. The one who is in me is greater than the one who is in the world. എന്നിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. Continuous confessions. ഇങ്ങനെ നിരന്തരമായി ഞാൻ കൺഫസ് ചെയ്തുകൊണ്ടേയിരുന്നു. Declaring. ഞാൻ എപ്പോഴും അതിനെ ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. Walking in his presence. എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരുന്നു. See, when I am doing all these things, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ I have gone through many problems. ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയി. Many struggles. ഒരുപാട് പ്രശ്നങ്ങൾ. All of my relatives left us. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചു. Because I came to Christ. കാരണം ഞാൻ കർത്താവിലേക്ക് വന്നു. Only my mother and brother only there. എൻ്റെ അമ്മയും സഹോദരനും മാത്രമേ My ഉണ്ടായിരുന്നു. father left me. എൻ്റെ പിതാവ് എന്നെ ഉപേക്ഷിച്ചു. Many people left us. പല വ്യക്തികൾ ഞങ്ങളെ ഉപേക്ഷിച്ചു. Many struggles will come. ഒരുപാട് പ്രശ്നങ്ങൾ When we വന്നേക്കാം. are working on our salvation, we will get many struggles. നമ്മുടെ രക്ഷയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ We വന്നേക്കാം. should not get disappointed. ഒരിക്കലും നാം നിരാശരായി പോകുവാൻ പാടില്ല. Because the word is ultimate. കാരണം വചനമെന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. Then when I confessed like this, when I read more word, when I read more Bible, and I sustained slowly, I got step by step, I got deliverance, and then
till 80% I have reached my deliverance that time. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തുടർമാനം ആത്മീയ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ ഒരു 80% എനിക്ക് കംപ്ലീറ്റ് വിടുതലായി. But we may think that 80% finished, 20% only left. Now we may think that we can leave 20%. നമുക്ക് ചിന്തിക്കാം 80% ഞാൻ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചിതയായല്ലോ, ഇനി 20% നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് നമുക്കൊരു ഉഴപ്പൻ മനോഭാവം ചിലപ്പോൾ ഉണ്ടാകും. But this 20% is very, very, very important. കാരണം ഈ ബാക്കിയുള്ള 20% വളരെ പ്രാധാന്യതയുള്ളതാണ്. Sometimes I may say that only 50% only happened. ഞാൻ ചില സമയത്ത് പറയാൻ തുടങ്ങി 50% വിടുതൽ മാത്രമേ നടക്കൂ. Another 50% how to get that deliverance? എങ്ങനെ ബാക്കിയുള്ള സൗഖ്യം എനിക്ക് ലഭ്യമാകാം? Then God led me to the inner healing and deliverance. അപ്പോഴാണ് ദൈവം എന്നെ ആന്തരിക സൗഖ്യ ശുശ്രൂഷകളിലേക്ക് നയിക്കുവാനിടയായി തീർന്നത്. From my mother's womb onwards, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടായിരുന്ന സമയം മുതൽ till now, ഇപ്പോൾ വരെയുള്ള all witchcrafts, whatever happened against me and my family members, എൻ്റെ കുടുംബത്തിനും എനിക്കെതിരായി നടന്ന എല്ലാ മന്ത്രവാദ പ്രയോഗങ്ങളും, main trauma, പ്രധാനമായി മുറിവുകൾ, what I have gone through trauma when I was in my mother's womb. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്കുണ്ടായ മുറിവുകൾ. My father was not that much responsible person. എൻ്റെ അച്ഛൻ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. My mother did not got that much love. എൻ്റെ അമ്മയ്ക്ക് അത്രയും സ്നേഹം, ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം കിട്ടിയിരുന്നില്ല. When I was in my mother's womb, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് that trauma attacked me. ആ മുറിവുകൾ എന്നെ എപ്പോഴും അറ്റാക്ക് ചെയ്യുമായിരുന്നു. It's not only trauma, that is a spirit of trauma. അത് മുറിവല്ല, അത് മുറിവിന് പുറകിലുള്ള ഒരു ആത്മാവാണ്. Spirit of trauma is there means every time we'll attract only traumas in our life. നമ്മുടെ ജീവിതത്തിൽ ഈ മുറിവിന് പുറകിലുള്ള ദുരാത്മാവുണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിൽ എപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ മുറിവുകളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. And childhood brokenness, traumas, everything. നമ്മുടെ ജീവിതത്തിലെ ബാല്യകാല സമയത്തുണ്ടായ മുറിവുകൾ, when I worked out on these traumas, ഈ മുറിവുകളെ ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ I got complete deliverance. എനിക്ക് പരിപൂർണമായ വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. Hallelujah. I want to ask you a question. Yeah. So how many inner healings you went, or with one inner healing going and coming back to the house you got complete deliverance, or people will be interested for the inner healing? So I want to ask, we should practice it or we can just leave like that? See, I have attended multiple inner healings. ഞാൻ അനേകം ഇന്നർ ഹീലിംഗുകൾ അറ്റൻഡ് ചെയ്തു. First time when I attended my inner healing and deliverance, ആദ്യം ഞാൻ ഇന്നർ ഹീലിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ I did not understood anything. എനിക്കൊന്നും മനസ്സിലായില്ല. That is a common. അത് വളരെ കോമൺ ആയിട്ടുള്ള because that is a new thing for everyone. അത് പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഗതിയായിരിക്കാം. Second time and third time, രണ്ടാം തവണ മൂന്നാം തവണ little I started understanding something is going inside of me. എൻ്റെ ഉള്ളിൽ ചില പുതിയ കാര്യങ്ങൾ പോകുന്ന പോലെ എനിക്ക് തോന്നി. But in first inner healing only, that something has started inside of me, some changes has started. ആദ്യത്തെ ഇന്നർ ഹീലിംഗിൽ തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ചേഞ്ചുകൾ വരാൻ തുടങ്ങി. But I was unable to explain what happened. എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. Because that was completely, we don't know, that's a new thing in our life. അത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. Second time, third time, രണ്ടാം തവണ മൂന്നാം തവണ it started changing. വളരെ പ്രത്യക്ഷമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. I have attended Pastor Sajan Isho's inner healing and deliverance. I have attended multiple times. ഞാൻ കർത്താവിനദാസൻ പാസ്റ്റർ സാജൻ ഈശോയുടെ ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ പല സമയങ്ങളിലും ഞാൻ അറ്റൻഡ് ചെയ്യുവാനിടയായി. And Pastor Aunty has helped me a lot. പാസ്റ്ററിന്റെ വൈഫ് എന്നെ ഒത്തിരി സഹായിച്ചു. Help me to come out of the traumas and അബ്യൂസിൽ നിന്നും പുറത്തു വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. They have given lot of time to me. ഒരുപാട് സമയം അവർ എനിക്ക് വേണ്ടി തന്നു. So when I went to the deep process of inner healing and deliverance, it took nearly 6 to 7 times. 6-7 തവണ എടുത്തു ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷകളിൽ നിരന്തരമായി ഞാൻ പങ്കെടുക്കുന്നു. Continuously I heard that one. ഞാൻ നിരന്തരമായി അത് കേൾക്കുകയായിരുന്നു. Not only hearing that word, അത് കേൾക്കുക മാത്രമല്ല, we have to practice in our ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. Any deliverance, not only witchcraft deliverance, ഏത് വിടുതലാണെങ്കിലും, whatever it is, എന്താണെങ്കിലും, we have to walk in that deliverance. ആ
കിട്ടിയ വിടുതലിൽ നടക്കുക എന്നുള്ളത് വളരെ We have to പ്രാധാന്യമാണ്. walk, we have to live according to word of God. ദൈവത്തിന്റെ വചന പ്രകാരം നടക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. I started living according to the inner healing and deliverance word. ഞാൻ ആ ഇന്നർ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് എൻ്റെ ഒരു ജീവിതചര്യ പോലെ ആക്കി മാറ്റി. Then only it will start manifesting it will manifest in our life. അത് എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാൻ തുടങ്ങി. Just going to inner healing and deliverance, coming back and living like an earlier life, it won't work in our life. ഇന്നർ ഹീലിംഗിന് പോയിട്ട് തിരിച്ചു വന്ന് പഴയതുപോലെ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നടക്കുന്നത് കൊണ്ട് ഒരു It പ്രയോജനവും won't work like that. അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയല്ല. Because this is not a magic, this is not a black magic. ഇത് ഒരു മായാജാല ക്രിയയല്ല. This is a word, കാരണം ഇത് വചനമാണ്, God's word. ഇത് ദൈവത്തിന്റെ വചനമാണ്. Little it will take time. ഒരു അല്പം സമയം എടുത്തേക്കാം. Little it will take to manifest. ഇത് വെളിപ്പെടാൻ അല്പം സമയം In എടുത്തേക്കാം. this process of the deliverance, we need to have some patience and some self-control. We need to have some peace. Everything will get only through word of God. ദൈവവചനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി നമ്മൾക്ക് ആവശ്യമുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൺട്രോൾ, എപ്പോഴും ചില സാക്രിഫൈഷ്യൽ ലിവിങ് അതുപോലുള്ള സംഗതികൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഐ വോണ്ട് ടു ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. സോ ഹൗ മച്ച് ഫോർ എ പേഴ്സൺ ടു ബി ഡെലിവേർഡ് is that there a spiritual authority, how it works, a spiritual authority over that people to come out of this deliverance, how much it will help a person? Everyone will have the spiritual authority when we are in Christ. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്ന സമയത്ത് We have to meditate on that word. നമ്മൾ ആ ദൈവവചനത്തെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. We have to meditate. For that we need to have some patience. ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് സഹനശക്തി ആവശ്യമാണ്. People who are going through this kind of a problems, what they are thinking is deliverance within a second or within overnight. The deliverance is a magic they are thinking. ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്ന പലരും ചിന്തിക്കുന്നത് വിടുതൽ എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് പോലെ സംഭവിക്കും, ഒറ്റ തവണ സംഭവിക്കുമെന്നാണ്. At the same time, this is not an impossible task. അതേപോലെ സമയം ഇത് ഒരു അസാധ്യമായ ഒരു സംഗതിയല്ല. It's very easy. വളരെ സുലഭമായ But we have to walk in His word. ദൈവത്തിന്റെ വചനത്തിൽ നടക്കുക. We have to meditate. ദൈവത്തിന്റെ വചനം നമ്മൾ We have to ധ്യാനിക്കുക. practice that, and then only that authority will manifest. ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ മാത്രമാണ് ആ അധികാരം നമ്മുടെ ലൈഫിൽ നടക്കുവാൻ That is possible to everyone. അത് എല്ലാവർക്കും സാധ്യമായ ഒരു Because God സംഗതിയാണ്. has given this word to everyone. കാരണം ദൈവത്തിന്റെ വചനം തന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. This authority has given to everyone. ഈ അതോറിറ്റി, ഈ അധികാരം ദൈവം എല്ലാവർക്കും. What I want to ask is there a spiritual leader required for a person who need to be delivered? Yeah, 100% we need a spiritual leader. വിടുതലിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ നമുക്ക് 100% ഒരു ആത്മീക പിതാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയ രീതിയിൽ നമ്മളെ നയിക്കുന്ന വ്യക്തികളുടെ വളരെ അത്യന്താപേക്ഷിതമായ Any demonic problems, witchcraft problems or this kind of problems who are going through, ഏത് ഒരു വ്യക്തിയാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നടന്നു പോകുന്നത്, they have to choose a pastor, leader, someone who is carrying this kind of a deliverance anointing. ഇങ്ങനെ വിടുതൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. We have to see, getting deliverance is first task. വിടുതൽ പ്രാപിക്കുക എന്നുള്ളത് ഒരു കാര്യം. The second thing is we have to sustain in that deliverance means. വിടുതലിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അടുത്ത വലിയ കാര്യം. According to that we have to choose the leader, we have to choose the church. Which church is carrying this kind of a deliverance anointing? നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഏത് സഭയാണോ, ഏത് ദൈവദാസനാണോ ഇങ്ങനെയുള്ളൊരു അഭിഷേകം കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു അഭിഷേകം ഉള്ള അഭിഷിക്തന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. First thing is a spirit filled church. ഒന്ന് ആത്മാവിൽ നിറയപ്പെട്ട സഭ. Church which whoever they are accepting Holy Spirit God, first thing we have to see is whether Holy Spirit God is there or not in that church. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ പോകുന്ന സഭയിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണോ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയാണോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്ന സഭയാണോ എന്നുള്ളതാണ്. Next thing is, രണ്ടാമത്തെ കാര്യം, is that church is giving importance to the deliverance and healings. ആ സഭ, നിങ്ങൾ പോകുന്ന സഭ വിടുതലിനും സൗഖ്യത്തിനും
ഉള്ള സമയം എടുക്കുന്ന സഭയാണോ? See, and we are not making witchcraft or demons as a god here. ഇവിടെ മന്ത്രവാദത്തെയോ ആഭിചാരത്തെയോ ഒരു ദൈവമായി ഞങ്ങൾ കാണുന്നില്ല. This is nothing in front of God. ദൈവത്തിന്റെ മുമ്പിൽ ഇതൊന്നുമല്ല. But we have to approach, we have to do warfare with the help of the Holy Spirit. Is that church is carrying proper revelation or not? We have to see that kind of church and leader. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പോകുന്ന സഭ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ദൈവദാസൻ അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണോ, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. So it's very important to to choose a leader, mentor or church pastor, a church they are carrying this kind of anointing or not. കാരണം ഇങ്ങനെയുള്ള അഭിഷേകം ചുമക്കുന്ന സഭയാണോ നിങ്ങളുടേതെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീഡറാണോ, ആത്മീയ നേതാവാണോ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ട്. I want to ask you last question. What is the one advice you can give, because we have a very short time, so what is the one advice you want to give to the people? So you have told many things, but as a final word, what you want to tell to the people to stay in God's deliverance? See, nothing is impossible to God. ദൈവത്തിനൊന്നും അസാധ്യമല്ല. In the name of Jesus Christ of Nazareth, യേശു കർത്താവിന്റെ നസറേയനായ യേശുവിന്റെ നാമത്തിന് what kind of witchcraft it is, അത് ഏത് ദുരാത്മാവാണെങ്കിലും we have 100% deliverance in his name. ആ നാമത്തിൽ 100% വിടുതലുണ്ട്. But we have to walk in right revelation. ശരിയായ വെളിപ്പാടിൽ നാം നടക്കേണ്ടത് അത്യാവശ്യമാണ്. We have to walk in that revelation. ആ വെളിപ്പാടിൽ നമ്മൾ We have നടക്കുമ്പോൾ to choose right church. നമ്മൾ ശരിയായ സഭ നമ്മൾ തിരഞ്ഞെടുക്കണം. If you have confusion means, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ കാര്യത്തിൽ just pray to God. ദൈവത്തോട് പ്രാർത്ഥിക്കുക, Ask him, ദൈവത്തോട് ചോദിക്കുക. Lord, you only show proper right church which is suitable to my problems, church which address my problems. എൻ്റെ പ്രശ്നങ്ങളെ കാണിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു സഭ അത് എനിക്ക് കാണിച്ചു തരണമേ. Walking in right revelation is very important to get deliverance and to sustain in deliverance. ദൈവത്തിൻ്റെ വചനത്തിൽ കറക്റ്റ് വെളിപ്പാടിൽ നിൽക്കുക, ദൈവത്തിൻ്റെ കറക്റ്റ് വെളിപ്പാടിൽ നിൽക്കുക എന്നുള്ളതാണ് വിടുതൽ പ്രാപിക്കുവാനും അതിൽ നിലനിൽക്കുവാനുമുള്ള ഏറ്റവും വലിയ താക്കോൽ. Yes. Okay. Shall we pray for the people? Thank you, Father. Thank you, Lord, for this such a wonderful opportunity. ദൈവമേ, ഈ നല്ല അവസരത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Lord, bless each and everyone, Lord, who are going to watch this video. ഈ വീഡിയോ കാണുന്ന വ്യക്തികളെ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. It should become a prophetic message to many families, Lord. ഇത് ഒരു പ്രവചനാത്മ സന്ദേശമാക്കി ഈ മെസ്സേജിനെ മാറ്റണം. Help them, Lord, to live and to go forward in right revelation. ദൈവത്തിന്റെ ശരിയായ വെളിപ്പാടിൽ നടക്കുവാൻ ഇവരെ സഹായിക്കണമേ. Lead them, guide them in right way, Master. ദൈവമേ, ഇവരെ ശരിയായ വഴിയിൽ നടത്തണമേ. Holy Spirit God, you take control of these families who are going to watch this episode. ഈ എപ്പിസോഡ് കാണുന്ന സകല വ്യക്തികളെയും അവിടുന്ന് സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. Help them to get total deliverance and healing, Lord. പരിപൂർണ്ണ വിടുതലും സൗഖ്യവും പ്രാപിക്കുവാൻ ഇവരെ സഹായിക്കണമേ. Help them to understand this revelation. ഈ വെളിപ്പാട് മനസ്സിലാക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. Open their minds, Lord, heart to understand this truth. ഈ സത്യം മനസ്സിലാക്കുവാനുള്ള കൃപയെ ദൈവം അവർക്ക് കൊടുക്കണമേ. And help them to walk in this truth, Lord. ഈ വെളിപ്പാടിൽ നടക്കുവാൻ, ഈ സത്യത്തിൽ നടക്കുവാൻ അവരെ സഹായിക്കണം. Many families, many people should be delivered, Lord, in Jesus mighty name. ഇത് കേൾക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. In Jesus mighty name I pray and I bless, Lord. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ We അനുഗ്രഹിക്കുന്നു. give you all the honor and glory to you only, എല്ലാ Lord. മാനവും മഹത്വവും അവിടത്തേക്ക്. In Jesus name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചെറിയ സമയത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ സാധിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി സ്റ്റീഫനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്കും സഹശുശ്രൂഷകരോടുമുള്ള സ്നേഹവും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരെയും വിടുവിക്കട്ടെ. അവൻ വിടുതൽ പ്രാപിക്കുക, ആ വിടുതലിൽ നടക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. അവൻ പിശാചിന് നമ്മുടെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയെ നിങ്ങൾ വർദ്ധിപ്പിക്കുക.
ആമേൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുക, ജയാളികളായിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ആമേൻ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം ആമേൻ 31-ാമത്തെ വാക്യം, ആമേൻ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. നിനക്കെതിരെ ഉണ്ടാകുന്ന ഒരു ആയുധവും ഒരു കാരണവശാലും ഫലിക്കുകയില്ല. ആമേൻ, നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റെടുത്തുക, ഇത് ഏറ്റുപറയുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, കർത്താവ് നിങ്ങളെ വിടുവിക്കും, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.